Hi friends, welcome to Garam Masala, the magic spices of cooking. ചീര പരിപ്പ് കറി. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ ചീര പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് തുവര പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ പരിപ്പിനെ അരമണിക്കൂർ കുതിർത്തിയെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കണം. പ്രഷർ കുക്കർ ഉപയോഗിച്ചോ റെഗുലർ പാൻ ഉപയോഗിച്ചോ ഇതിനെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് തേങ്ങ, 4 ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം ഇവ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പാണിത്. ഇനി നമുക്ക് ചീര എടുക്കാം. ഇതിനെ ചെറുതായി മുറിച്ചെടുക്കണം. 3 കപ്പ് ചീരയാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 3 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത്, 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തത് ഇതുകൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. നമ്മുടെ സവാളയും സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയെ നമുക്ക് നന്നായത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പരിപ്പിനെ നമുക്ക് മസാലയുമായി നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനെ തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ ചീരയെ കറിയുമായി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ അടച്ചു വെച്ച് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചീര ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചീരയും കുക്കായി വന്നിട്ടുണ്ട്. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചീര പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക് യു.